തിരുവനന്തപുരം ആനാട്ടിൽ മണിക്കൂറുകളുടെ ഇടവേളയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. തെരുവുനായയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റതിന് പിന്നാലെ വീണ്ടും ആക്രമണമുണ്ടായി. പാറയ്ക്കൽ മണ്ഡപം ദേവീക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് 65-കാരനെ നായ കടിച്ചു. ആദ്യത്തെ ആക്രമണത്തിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്കും 1 കോളേജ് വിദ്യാർത്ഥിക്കും 2 യുവതികൾക്കുമാണ് പരിക്കേറ്റത്. ആനാട് പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം. സാന്ത്വന സാജു നൽകും വിശദാംശങ്ങൾ. സാന്ത്വന, ഒരു പ്രദേശത്ത് അതും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 6 പേരെയാണല്ലേ തെരുവുനായ ആക്രമിച്ചത്. ഈ ആക്രമിച്ചവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഇവർക്ക് ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ടോ? ഇതെന്താണ് അവസ്ഥ? ഒരു നായേനെയാണോ കടിച്ചത്? സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? റോഷ്നി, തിരുവനന്തപുരം നെടുമങ്ങാടിനടുത്തുള്ള ആനാടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഈ കാണുന്ന പീപ്പിൾസ് ഹോട്ടലിന് ഫ്രണ്ടിൽ വെച്ചാണ് ഇന്ന് രാവിലെ തെരുവുനായ ആദ്യം ആക്രമണം നടത്തുന്നത്. അത് 2 സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു. തൊട്ടടുത്ത ഒരു സ്കൂളാണുള്ളത്. ഇവിടുന്ന് നേരെ പോകുന്നത് ഒരു സ്കൂളിലേക്കാണ്, SNVHS സ്കൂൾ. ആ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ മിഥുനെയും ശ്രീരാഗിനെയുമാണ് രാവിലെ തെരുവുനായ കടിച്ചത്. ഈ കാണുന്ന CCTV-യിൽ പതിഞ്ഞ ദൃശ്യങ്ങളും നമുക്ക് കാണാവുന്നതാണ്. അതിനുശേഷം ആ നായ നേരെ ഓടിപ്പോയത് പോയ വഴി ഒരു കോളേജ് വിദ്യാർത്ഥിയെ കടിച്ചു. അവിടെ നിന്ന് നേരെ ഓടിപ്പോയി വീണ്ടും പോയ വഴി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു സ്ത്രീയെ കടിച്ചു. തൊട്ടടുത്ത വീടിന് മുന്നിൽ നിന്ന്, അത് പുറത്തിറങ്ങിയാലേ തെരുവുനായ ആക്രമണം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല, വീട്ടിൽ നിന്നാലും രക്ഷയില്ല എന്നുള്ള അവസ്ഥയാണ്. കാരണം ഏറ്റവും അവസാനം രാവിലെ തെരുവുനായ കടിച്ചത് വീടിന് മുന്നിൽ നിന്ന ഒരു സ്ത്രീയെയാണ്. അതിനുശേഷം ആ തെരുവുനായ, ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ തെരുവുനായെ അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്തിയില്ല. ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് റോഷ്നി ഞാനിപ്പോൾ ഈ ആനാട് പ്രദേശത്തേക്ക് വന്നപ്പോഴാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് തൊട്ട് മുൻപ് ഒരാളെ കൂടി കടിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. അത് സാരമായി തന്നെ കടിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൈ മുറിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. 65-കാരനായ ഒരു ക്ഷേത്രം ജീവനക്കാരനെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരുവുനായ കടിച്ചിരിക്കുന്നത്. റോഷ്നി ചോദിച്ചതുപോലെ മണിക്കൂറുകളുടെ ഇടവേളയിൽ 6 പേരെയാണോ കടിച്ചിരിക്കുന്നത് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇന്നലെ ഒരു 6 വയസ്സുകാരനും ഇതേ തെരുവുനായയിൽ നിന്നും കടി ഏറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. റോഷ്നി, അത് ഒരു നായ തന്നെയാണ് കടിച്ചത് എന്നുള്ളതാണ്. നമുക്ക് നാട്ടുകാരോട് കൂടി ഈ ഒരു തെരുവുനായയുടെ ശല്യത്തെക്കുറിച്ചൊന്ന് ചോദിക്കാമെന്ന് തോന്നുന്നു. വലിയ ശല്യമാണല്ലേ? ഇതിവിടെ ആനാട് പഞ്ചായത്തിൽ തെരുവുനായ ശല്യമുണ്ട്. ഒരുപാട് ശല്യം ഉണ്ടായിട്ടുണ്ട്. പലതവണ ഇവിടെ നടന്നപ്പോഴും കുറച്ചുപേർ അധികൃതർ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം വളരെ രൂക്ഷമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കടിച്ചതിന് ശേഷം തന്നെ ഈ പട്ടി പോയി അടുത്ത നേരെ ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് കടിക്കുക. അതിനുശേഷം ഇപ്പോൾ 2 മണി, ഉച്ചയ്ക്ക് 2 മണി ആയപ്പോഴാണ് ഒരു ക്ഷേത്ര ജീവനക്കാരനെ കടിച്ചിരിക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടാണ്. നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ മരുന്നില്ല എന്നോട് പറയുന്നുണ്ട്. നെടുമങ്ങാട് നേരെ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടി വരുന്നത് അവർ പറയുന്നത്. ഇനി അവർക്ക് പോകാനുള്ള വാഹന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവർ എന്നെ വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ പൊതുവായ വിഷയങ്ങൾ ഇടപെടുന്നതുകൊണ്ടാണ് ജനങ്ങൾ എന്നെ വിളിച്ചത്. ചേട്ടാ, ഇവിടെയൊക്കെ തെരുവുനായ നമുക്കിപ്പോൾ തന്നെ കാണാം. ഇവിടെ ലോറിക്കടിയിൽ കിടക്കുന്ന സ്കൂളിലെ കുട്ടികൾ ഇറങ്ങി വരുന്ന വഴിയിലൊക്കെ അല്ല, തൊട്ട് ബാക്കിൽ മൃഗാശുപത്രിയുണ്ട്. മൃഗാശുപത്രി ചെന്നാൽ നിങ്ങൾക്ക് 10 പറഞ്ഞ ഒരുമിച്ച് ഇപ്പോൾ കാണാം. തൊട്ട് മുന്നിൽ ക്ഷേത്രമുണ്ട്. പാർക്ക് ഗവൺമെൻറ് ക്ഷേത്രത്തെ ഞങ്ങൾക്ക് രാവിലെ പോകാൻ പറ്റുന്നില്ല. ക്ഷേത്രം നടയിൽ ദിവസം 5 പട്ടിയാണ്. ഇപ്പോൾ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. കൊച്ചുകുട്ടി, നാളെ കുട്ടി സൈക്കിളിലൊന്നും അവിടെ പട്ടി കടിക്കുമ്പോൾ ഞാനാണ് ഓടിയത്. എൻ്റെ കയ്യിരുന്ന പായസമാണ് ഇവരെ കളഞ്ഞിട്ട് കൊച്ചിനെ ഞാൻ കൊണ്ട് മണ്ഡപത്തിൽ, നമ്മുടെ മണ്ഡപം ക്ഷേത്രമാണ്. പഞ്ചായത്തുമായി ബന്ധപ്പെട്ടൊക്കെ എപ്പോഴെങ്കിലും പരാതി അറിയിക്കും? നമ്മൾ കയറി പറയില്ല, അവർ കണ്ട് പറയും, അവർ വേണ്ട അറിയിക്കാറുണ്ട്. പിന്നെ നമുക്ക് അറിയിക്കാണെങ്കിൽ നമ്മളെ കൊണ്ടുവരും. നമ്മളൊക്കെ അറിയിക്കും, സാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ഡപത്തിൽ ക്ഷേത്രം, മണ്ഡപം പ്രസിഡന്റ്, മണ്ഡപം സെക്രട്ടറി അവരെല്ലാം അറിയിക്കും. മണ്ഡപത്തിൽ നിത്യ തൊഴിലുകാരുടെ ശ്രീകുമാറുണ്ട്. പുള്ളിയുടെ പറഞ്ഞ് ഞങ്ങൾ ക്ഷേത്രക്കാരൻ്റെ പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല, ഞങ്ങൾക്ക് രാവിലെ കോലി പോകാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ 1.5 കിലോമീറ്റർ കറങ്ങി ആനാട് വഴി, ആനാട് ബാങ്ക് ജംഗ്ഷൻ വഴി കറങ്ങിയാണ് ക്ഷേത്രത്തിൽ പോകണം. മുമ്പ് ഞങ്ങൾക്ക് മൃഗാശുപത്രി രാവിലെ നിർമ്മാല്യം തൊഴാൻ പോകും. ഇപ്പം പറ്റില്ല. നിർമ്മാല്യം തൊഴാൻ പോയി അവിടെ പട്ടിയുടെ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ പോയി നോക്കാം. ഇതാണ് റോഷ്നി ഇവിടുത്തെ അവസ്ഥ. തൊട്ടു പുറകിലായിട്ട് ഒരു മൃഗാശുപത്രി ഉണ്ട്. അതിന്റെ പരിസരത്തൊക്കെ തന്നെയും തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമുക്ക് ഇവിടെ ഇപ്പോൾ തന്നെ നോക്കിയാൽ കാണാം റോഷ്നി, ഈ കാണുന്നത് ഒരു LP സ്കൂളാണ്. ആ വെള്ളയും നീലയും പെയിന്റ് അടിച്ചിരിക്കുന്ന സ്കൂള് ഒരു LP സ്കൂളാണ്. അവിടുത്തെ കുട്ടികൾ ഇറങ്ങി വരുന്ന വഴിയാണ്. നമുക്ക് നോക്കിയാൽ കാണാം ആ LP സ്കൂളിലെ വാഹനം കടന്നു പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഓട്ടോ കിടപ്പുണ്ട്. ആ ഓട്ടോയുടെ അടിയിൽ ഒരു തെരുവുനായാണ് കിടന്നുറങ്ങുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി ഇവിടെയൊക്കെ തന്നെയും ഇതുപോലെ തെരുവുനായ ഇങ്ങനെ സ്വൈര്യ വിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ വീട്ടിൽ നിന്നാൽ പോലും കടിയേൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ചെറിയ മക്കളൊക്കെ ഇത് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കാണാം. അവർക്ക് തെരുവുനായാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഏറ്റവും വലിയൊരു ആശങ്ക റോഷ്നി, കടിച്ച നായ്ക്ക് പേ ഉണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. അതാണ് കാര്യം. ഈ കടിച്ച നായ്ക്ക് ഇനി പേ ഉണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കണം. എത്രയും പെട്ടെന്ന് അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങണം.